സെയ്ഫ് സൈനുൽ ആബിദീൻ തുടരുന്നുണ്ട്. സെയ്ഫ്, പ്രധാനമായും ചോദിക്കാനുള്ളത് ഈ സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ യോഗം ചേരുകയാണ്. യോഗത്തിൻ്റെ അജണ്ട ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് പ്രത്യേകിച്ച് യോഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നേരത്തെ സെയ്ഫ് സൂചിപ്പിച്ചതുപോലെ ഇത് ഈ വിവരാവകാശ അപേക്ഷകർക്ക് മാത്രമാണോ, അല്ലെങ്കിൽ മറ്റ് പലർക്കും ഈ മാധ്യമങ്ങൾക്കടക്കം ഇത് നൽകാനുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിന് വേണ്ടിയാണോ ഈ യോഗം തുടരുന്നത്? അങ്ങനെ ചില സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഈ യോഗത്തിലായിരിക്കും അതിനകത്തൊരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നത്. റിപ്പോർട്ട് പൂർണ്ണമായിട്ടും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഉണ്ട്. പൂർണ്ണമായിട്ടും പറഞ്ഞാൽ വിവരങ്ങൾ, സ്വകാര്യ വ്യക്തികളുടെ വിവരങ്ങൾ മറിച്ചുള്ള മാസ്ക്ഡ് റിപ്പോർട്ട്, 233 പേജുള്ള മാസ്ക്ഡ് റിപ്പോർട്ട്, അത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരട്ടെ എന്നൊരു ആലോചന സർക്കാർ തലത്തിൽ ഉണ്ടായിരുന്നു. അത് ഇന്നിപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്ന ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിന്റെ ഭാഗമായിട്ട് അത് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഔദ്യോഗികമായിട്ട് ഈ അപേക്ഷകരെ സാംസ്കാരിക വകുപ്പിൽ നിന്ന് അറിയിച്ചതിന്റെ, മെയിൽ മുഖേന അറിയിച്ചതിന്റെ സ്ക്രീൻഷോട്ടാണ് നമ്മളിപ്പോൾ ആ സ്ക്രീനിൽ കാണുന്നത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ 2:30 ആകുമ്പോഴത്തേക്ക് എത്തിച്ചേരണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ റിപ്പോർട്ട് നൽകുന്നതിന് ഉള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. താങ്കൾ വിവരാശപ്രകാരം ആവശ്യപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള വിവരാശ കമ്മീഷണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് 2:30 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താങ്കൾക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. താങ്കൾ യഥാസമയം ബന്ധപ്പെട്ട രേഖകൾ സഹിതം സാംസ്കാരിക വകുപ്പിന്റെ ഓഫീസിലേക്ക് എത്തിച്ചേരണം. അത് സെക്രട്ടേറിയറ്റിൽ 1ാം നിലയിലാണ്, അവിടെ എത്തിച്ചേരണം എന്ന് ഈ അപേക്ഷകരെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ടാണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത്. അങ്ങനെ 2:30 ആ റിപ്പോർട്ട് എന്തായാലും പുറത്തു വരികയാണ്. കേരളം ഉടനീളം ചർച്ച ചെയ്ത, ആരൊക്കെയോ ഭയപ്പെട്ടുകൊണ്ടിരുന്ന ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വരാൻ പോകുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, സിനിമാ മേഖലയെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തെ ഞെട്ടിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ തുടങ്ങിയ പ്രസക്തമായ ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടിന്റെ ഉള്ളിൽ 233 പേജിൽ ഏതെങ്കിലും വ്യക്തികളെ അറിയുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ വലിയ ആകാംക്ഷകൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം ഉച്ചയ്ക്ക് 2:30 എന്തായാലും ലഭ്യമാകും. 4.5 വർഷത്തിന് ശേഷമാണ് ഏതാണ്ട് 1 കോടിയോളം രൂപ ചെലവഴിച്ച് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയുടെ ആ റിപ്പോർട്ട് പുറത്തു വരുന്നത്. എന്തായാലും ആ റിപ്പോർട്ടിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. പൂർണ്ണതോതിൽ പുറത്തു വരികയാണെങ്കിൽ കേരളം ഉടനീളം അത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വമ്പന്മാർ പലരുടെയും പേരുകൾ ആ റിപ്പോർട്ടിലുണ്ട് എന്ന സൂചനകൾ പലതരത്തിൽ പുറത്തു വന്നിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഈ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ മന്ത്രിമാരടക്കമുള്ളവർ, അന്ന് വേറെ മന്ത്രിയായിരുന്നു സാംസ്കാരിക വകുപ്പിന്, ഇന്ന് വേറെ മന്ത്രിയാണ്, ആ 2 മന്ത്രിമാരും പറഞ്ഞിരുന്ന ആ റിപ്പോർട്ട് പൂർണ്ണതോതിൽ പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ മൊഴി നൽകിയ ആൾക്കാരെ അറിയാൻ പറ്റും, മൊഴി ആർക്കെതിരെയാണോ നൽകിയത് അവരെക്കുറിച്ച് അറിയാൻ പറ്റും. അത് അവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമാണ്. അതായത് നടിമാർ എന്തൊക്കെയോ മൊഴികൾ പലർക്കും എതിരെ നടത്തിയിട്ടുണ്ട്, അത് വരികയാണെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുക വഴി തന്നെ ആ റിപ്പോർട്ട് പൂർണ്ണതോതിൽ പുറത്തു വരികയാണെങ്കിൽ വലിയ ചർച്ചകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആ സ്വകാര്യ വ്യക്തികളുടെ വിവരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടാണ് 233 പേജുള്ള റിപ്പോർട്ട് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വരാൻ പോകുന്നത്. അതിൽ എന്തൊക്കെ ഭാഗങ്ങൾ ഉണ്ടാകും എന്ന വലിയ ആകാംക്ഷ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുന്നു. എന്തായാലും 2:30 അത് കിട്ടിയാൽ ഉടനെ തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമുക്കത് എത്രയും വേഗം എത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നൗഫൽ, യെസ്, ഓരോ അപേക്ഷകർക്കും, വിവരാവകാശ അപേക്ഷകർക്ക് കൃത്യമായി ഇപ്പോൾ അവരെ അറിയിച്ചിരിക്കുന്നു. ഈ റിപ്പോർട്ട് അവർക്ക് നേരിട്ടാണ് നൽകുക. അവർക്ക് അയച്ച മെയിൽ അവർ കൃത്യമായി സൂചിപ്പിച്ചിരിക്കുന്നു. താങ്കൾ വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ 5/7/2024 ഉത്തരവ് നടപ്പിൽ വരുത്തിക്കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താങ്കൾക്ക് നൽകുന്നതാണ്. താങ്കൾ യഥാസമയം ബന്ധപ്പെട്ട രേഖകൾ സഹിതം സാംസ്കാരിക കാര്യ വകുപ്പ് SPIOയുടെ ചേംബറിൽ ഹാജരാകേണ്ടതാണ് എന്നാണ് ഈ മെയിലിൽ കൃത്യമായി പറയുന്നത്. സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആൻഡ് ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് ഈ മെയിൽ അയച്ചിരിക്കുന്നത്. അതായത് സെയ്ഫ് സൂചിപ്പിച്ചതുപോലെ 4.5 വർഷത്തിനു ശേഷം ഈ റിപ്പോർട്ട് വെളിച്ചം കാണുകയാണ്. ആരെയൊക്കെയോ പേടിച്ചുകൊണ്ട് ഇപ്പോൾ ഫ്രീസറിലായിരിക്കുന്ന ഈ റിപ്പോർട്ട് പുറത്തു വരികയാണ്. ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം കോളിളക്കം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകളെ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇല്ലാതാക്കാനുള്ള ശുപാർശകൾ കൂടി അടങ്ങിയതാണ് ഈ റിപ്പോർട്ട് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ആ രീതിയിൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും ഇനിയുള്ള ദിവസങ്ങളിൽ എന്നുള്ളതാണ് സത്യം.